നമുക്കിന്ന് ഒരു മത്തിക്കറി ഒന്ന് വെച്ചാലോ? നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ശകലം കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ചുവന്നുള്ളി, 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുത്ത് വഴറ്റാം. നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കഷ്ണം പുളി ഞാൻ കീറി കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. എന്നാലും നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി എല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഞാൻ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒന്ന് താത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇന്ന് തുറക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ചാറും ഒക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് താത്ത് വെച്ചിട്ട് ഉള്ളിയും കടുകും എല്ലാം ഒന്ന് താളിച്ചിടാം. നമുക്കിത് താത്ത് വെക്കാം. കടുകൊക്കെ താളിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. മീൻ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കരിയാപ്പല വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമുക്കിത് തുറക്കാം.